ഹായ് ഫ്രണ്ട്സ്, ഭൂനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തണിലെ സെറ്റിനെ കുറിച്ചാണ്. ഓക്കെ, സെറ്റ് നമ്മൾ പണ്ടത്തെ സ്കൂളിലൊക്കെ പഠിച്ച സംഭവം തന്നെയാണ് സെറ്റ്സ്. അപ്പോൾ സെറ്റ്സ് പറഞ്ഞാൽ ഈ പൈത്തണിലെ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് അൺഓർഡേർഡ് യുണീക്ക് എലമെന്റ്. അപ്പം ഒരു യുണീക്ക് എലമെന്റ് സെറ്റ്സിന്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ പൈത്തണിൽ. പക്ഷെ ഇതിന്റെ ഓർഡേഴ്സ് ഒന്നും ഓർഡേഴ്സിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, പക്ഷെ ലിസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓർഡേർഡ് ആയിട്ടാണ് ഉണ്ടാവില്ല, അതിൽ ഡ്യൂപ്ലിക്കേറ്റ് വല്ലതും പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഈ സെറ്റ് ഇത് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചില സന്ദർഭത്തിൽ നമുക്ക് മൾട്ടിപ്പിൾ റിപ്പീറ്റേഷൻ ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സെറ്റിൽ പക്ഷെ യുണീക്ക് അൺഓർഡേർഡ് ആയതിനും പ്രശ്നമില്ല, റിപ്പീറ്റേഷൻ വരാൻ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് സെറ്റിനെ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിന്റെ സെറ്റിന്റെ പ്രത്യേകത ഒന്ന്, ആദ്യം സെറ്റ് എങ്ങനെ എഴുതാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സെറ്റ് ഉദാഹരണത്തിന് ഞാനൊരു പേര് കൊടുക്കുക. സെറ്റ് ഒരു വേരിയബിളിന്റെ അണ്ടറിലാണ് വരില്ല. ഓക്കെ, മൈ സെറ്റ് സെറ്റിന്റെ പേര് കൊടുക്കുക. അത് എയോ ബിയോ ഒക്കെ എന്തോ ആക്കാടോ. എന്നിട്ട് ഈക്വൽ കൊടുത്തിട്ട് രണ്ട് കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ എഴുതല്. കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മളെ വാല്യൂസ് എന്താണോ അത് അതേപോലെ കോമ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇതൊരു സെറ്റായി. അപ്പൊ ഞാനിത് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് റണ്ണിങ് കണ്ടീഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്യുന്ന സമയത്ത് ഓക്കെ റണ്ണായി. ഇനി നമുക്ക് മൈ സെറ്റ് എന്ന് അടിച്ചാൽ സെറ്റ് എന്ന് അടിച്ചാൽ അതിന്റെ വാല്യൂസ് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, 0 1 8 3 8 88 ഇത് അൺഓർഡേർഡ് ആയിട്ട് തന്നെയാണ് വന്നത്. ഓക്കെ, ഇതില് നമ്മൾ ഓർഡർ നമ്മളിങ്ങനെ കൊടുത്താലും അത് അസെൻഡിങ് ഓർഡറിലാണ് ഇവിടെ ഇത് വന്നിട്ടുള്ള. ഇനി അത് ഇതിന്റെ ഓക്കെ, നമ്മൾ ഓർഡർ കൊടുത്ത് വിചാരിച്ചിട്ടൊന്നും പ്രശ്നമില്ല, ഇത് യുണീക്ക് ആയിരിക്കും. പിന്നെ മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ലിസ്റ്റിൽ പഠിച്ചതാണ് മ്യൂട്ടബിൾ അൺമ്യൂട്ടബിൾ. ഓക്കെ, അൺമ്യൂട്ടബിൾ ആണ് ലിസ്റ്റ്, പക്ഷെ ഇത് മ്യൂട്ടബിൾ ആണ്. ഇതിന് മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെറ്റിലേക്ക് വല്ല വാല്യൂ ആഡ് ചെയ്യാനും പറ്റും, അതേപോലെ റിമൂവ് ചെയ്യാനും എല്ലാം നമുക്ക് പറ്റും. ഓക്കെ, ഒരു മിസ്റ്റേക്ക് വന്നത് എന്താ വെച്ചാൽ ലിസ്റ്റ് മ്യൂട്ടബിൾ ആണ് കേട്ടോ, അൺമ്യൂട്ടബിൾ അല്ല, പറഞ്ഞത് മാറിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ ടപ്പിൾസ് ആണ് അൺമ്യൂട്ടബിൾ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അത് വീഡിയോ കിട്ടണമെങ്കിൽ മുന്നത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ എന്നിട്ട് ഇനി ഇത് മൈ സെറ്റ് ഇതിന്റെ ടൈപ്പ് ഏതാ നമുക്ക് നോക്കാം. ടൈപ്പ് ഓഫ് മൈ സെറ്റ് സെറ്റാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ ഇനി ഇതൊരു ഫോർമാറ്റ്. ഇനി ഇതിന് പകരം നമുക്ക് വേറൊരു ഫോർമാറ്റിനും കൂടി സെറ്റിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതെങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കും, ഒരു വേരിയബിൾ എടുക്കുന്നു, മൈ സെറ്റ് 2. ഇതിനെ ഞാന് നിങ്ങൾക്ക് ഇതിനെ സെറ്റ് ആക്കിയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡാണ് സെറ്റ് ഓഫ് എന്ന് കൊടുത്തിട്ട് സാധാ ബ്രാക്കറ്റ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് നമ്മളെ വാല്യൂസ് അതിലേക്ക് എഴുതാം. 3 55 78 0 എന്നിട്ട് ഇതിനെ റൺ ചെയ്യാം. അപ്പൊ ഇത് സക്സസ്ഫുൾ ആയി റൺ ആയിന്.
ഇനി നമുക്ക് അതിന്റെ ടൈപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതും സെറ്റാണ്. അപ്പൊ ഇങ്ങനെ ഇത് സെറ്റ് ചെയ്തതിന് പറയുന്ന പേരാണ് സെറ്റ് കൺസ്ട്രക്ടർ. ഓക്കെ, യൂസിങ് സെറ്റ് കൺസ്ട്രക്ടർ. ഓക്കെ, അപ്പൊ ഇത് ഒരു സെറ്റ് ഫംഗ്ഷൻ ആണ് ഇതെല്ലാം അവൈലബിൾ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തതിനെ പോലെ കൊടുക്കുന്നു. ലിസ്റ്റ് ചെയ്തതിനെ പോലെ കോമ ഇട്ടിട്ട് വാല്യൂസ് എഴുതുന്നു. ഓക്കെ, ഇനി സെറ്റ് 2 എന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. സോറി, സെറ്റ് അല്ല, മൈ സെറ്റ് ഓക്കെ. മൈ സെറ്റ് ഇത് കണ്ടില്ലേ, കേളി ബ്രാക്കറ്റിൽ തന്നെ ഉള്ളത്. ഇതിന്റെ ടൈപ്പ് നമ്മൾ ഇതാക്കി. അപ്പൊ ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് സെറ്റ് ഇതാകുന്നത്. ഇനി നമ്മൾ സെറ്റിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞതാണ്. പ്രോപ്പർട്ടീസ് ഓഫ് സെറ്റ് ഇൻ പൈത്തൺ. ഓക്കെ, അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സെറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് മൈ സെറ്റ് എന്നുള്ളതിലേക്ക് ഞാൻ സിമ്പിൾനെസ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ എ എന്നുള്ള വാല്യൂവിൻ്റെ അണ്ടറിലേക്ക് ഒരു പുതിയൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. എക്ക് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 1, 3, 78, 90, 0. ഇനി അതേപോലെ സെക്കൻഡ് സെറ്റ് ഞാൻ എഴുതുന്നത് ബി കെട്ട് കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 45, 90, 12,3. ഓക്കെ, ഇത് രണ്ട് സെറ്റ് ക്രിയേറ്റ് ചെയ്ത്. എനിക്ക് ഉദാഹരണത്തിൽ ഈ എ എന്നുള്ള സെറ്റിലേക്ക് എനിക്കൊരു വാല്യൂ ആഡ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. നമ്മൾ സെറ്റിന്റെ നെയിം ചെയ്താൽ എ ഡോട്ട് ആഡ് എന്ന് കൊടുക്കാം. ആഡ് ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ എന്നിട്ട് അതിലേക്ക് നമുക്ക് എത്ര വേണ്ടി, 26. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എൻ്റർ കൊടുത്താൽ 76 നമുക്ക് ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? 76 കൂടെ ഉണ്ട്, പക്ഷേ ഇതിൽ 76, ഈ സെറ്റിൽ 76 ഇല്ല. ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന പോകുന്നത് സെയിം അതിലേക്ക് വീണ്ടും അതിലുള്ള വാല്യൂ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എ ഡോട്ട് ആഡ് 3 ഓൾറെഡി അതിലുണ്ട്. അപ്പോൾ 3 ഒന്നുകൂടി ഞാൻ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പം 2 പ്രാവശ്യം വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, പക്ഷേ 3 ആഡ് ചെയ്തതിന് പക്ഷെ ഒറ്റ പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ സെറ്റ് യുണീക്കാണ്, അൺഓർഡേർഡ് ആണ്. ഓക്കെ, അൺഓർഡേർഡ് മീൻസ് നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ സെറ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഓർഡേർഡ് ആയിട്ടൊന്നുമല്ല. നമ്മൾ ഓർഡർ ആയിട്ട് കൊടുത്ത പോലും ഉദാഹരണത്തിൽ ഇവിടുത്തെ സെറ്റ് എവിടെയാണ്, ഇതിൽ 7, 1, 3, 78 ഇതാണ് നമ്മൾ ഓർഡർ. പക്ഷെ സെറ്റ് എന്താക്കിയിട്ടുണ്ട്, ചെറുതിൽ നിന്ന് വലുതൊക്കെ രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്ത്. അതാണ് അൺഓർഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉണ്ടല്ലേ 0 ഫസ്റ്റ് വന്ന്, മറ്റേ ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ കൊടുത്ത പോലെ തന്നെ വരും. ഇനിയിപ്പോൾ നമുക്ക് ഇത് സിംഗിൾ വാല്യൂവിനെയാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. സെറ്റിൽ ഓരോ വാല്യൂസിനും ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒരു വാല്യൂവിനെ റിമൂവ് ചെയ്യണം. ഇപ്പൊ എനിക്ക് ഉദാഹരണത്തിൽ എ എന്നുള്ള സെറ്റിൽ 78 എനിക്ക് റിമൂവ് ചെയ്യണം. കഴിയും നമുക്ക് നോക്കാം. അതിന് എ ഡോട്ട് റിമൂവ് എന്ന് കൊടുക്കാം.
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 78 നോക്കുക. നിങ്ങൾക്ക് അത് വർക്ക് റണ്ണായിന്. ഇനി എൻ്റർ കൊടുത്താൽ അല്ല 78 ഇതിന് പോയി. അത് സിംഗിൾ വാല്യൂവിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ റിമൂവ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതേപോലെ ഈ റിമൂവ് എന്നുള്ളതിൽ ഇനിയിപ്പോൾ ഞാൻ ഉദാഹരണത്തിൽ എ എന്നുള്ളതിൽ എ ഡോട്ട് റിമൂവ് ഞാൻ കൊടുക്കുന്നത് ഉദാഹരണത്തിൽ ഇതിലില്ലാത്തൊരു ഫംഗ്ഷനാണ്, ഒരു 989 എന്ന് കൊടുക്കുന്നത്. പക്ഷേ അതിൽ റിമൂവ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇത് എറർ വരും. എന്താ പറയുന്നത്, സെറ്റ് ഒബ്ജക്റ്റ് ഹാസ് നോ ആട്രിബ്യൂട്ട് റിമൂവ്. അതല്ല റിമൂവ് എന്താ വന്നത്, ഈ എററിന് ഹിറ്റിനെ. കാരണം എന്താ വെച്ചാൽ റിമൂവ് സെറ്റിലില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ വരും നമ്മൾ റിമൂവ് ചെയ്യുന്ന വാല്യൂ സെറ്റിൽ ഇല്ലെങ്കിൽ. എന്നാൽ നമുക്ക് എറർ വരാതെ തന്നെ എക്സിക്യൂഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഡിസ്കാർഡ്. ഡിസ്കാർഡ് എത്രയുള്ള 89 അല്ലേ നമ്മൾ നേരത്തെ കൊടുത്തത്. ഇത് ഈ ഡിസ്കാർഡ് എന്തായിട്ടുണ്ട്, സക്സസ്ഫുൾ ആയി റൺ ചെയ്ത്. പക്ഷെ ഈ 89 ഏലുണ്ടോ, 89 ഇല്ലാതിഞ്ഞിട്ട് പോലും ആ ഇത് എന്തായിട്ടുണ്ട്, റൺ ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ എക്സിക്യൂഷൻ അവിടെ റണ്ണായി. അതിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എറർ വരാതെ തന്നെ ഡിസ്കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ റിമൂവ് ആയിക്കോളും, പക്ഷെ എറർ വരില്ല. അതിനാണ് ഡിസ്കാർഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിസ്കാർഡ് യൂസ് ചെയ്ത് നമുക്ക് അവൈലബിൾ, ആ സെറ്റിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എന്താക്കാം, റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിൽ 76 കൊടുത്താൽ 76 റിമൂവ് ആയും ചെയ്തു. ഓക്കെ, 76 റിമൂവ് ചെയ്ത് കിട്ടി. ഇനി എനിക്ക് ഇതിലെ എല്ലാ എലമെൻറ്റും പോക്കണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എല്ലാ എലമെൻറ്റും പോക്കുന്ന ലാസ്റ്റ് പറയാം. ഇനിയിപ്പോൾ രണ്ട് സെറ്റ് നമ്മളിവിടെ ഓൾറെഡി എയും ബിയും നമുക്കുണ്ട്. ബി എന്താ, ഇത് എ, ഓക്കെ. ഇനി നമുക്ക് ഈ രണ്ട് സെറ്റിലെയും ഈ യുണീക്ക് വാല്യൂകൾ വെച്ചിട്ട് ഒറ്റ സെറ്റായിട്ട് വരണം. അതിനാണ് സെറ്റിൻ്റെ ഓപ്പറേഷൻ യൂണിയൻ. ആ യൂണിയന് നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. രണ്ട് സെറ്റുകളെ യോജിപ്പിച്ച് കൊണ്ടുവരാൻ സിംഗിൾ എലമെന്റ് മാത്രം, അല്ല യുണീക്ക് എലമെന്റ് മാത്രം അതിൽ വരും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വേണ്ട. ഇതാണ് ഈ ഈ ഈ ഒരു സിമ്പിളിന് പറയുന്നതാണ് യൂണിയൻ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ ഇതിന് പ്രത്യേകത എ യൂണിയൻ, ഇത് യൂണിയൻ എന്നുള്ളതിൻ്റെ സിമ്പിളാണ്. ഓക്കെ, യൂണിയൻ. അപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എയില് 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്, 3 ഉണ്ട്, 9 ഉണ്ട്. ബിയിൽ 3 ഉണ്ട്, 12 ഉണ്ട്, 45 ഉണ്ട്, 19 ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് കോമൺ ആയിട്ടുള്ളത് 3ഉം 19ഉം രണ്ടിലും കോമണാണ്. 3 ഉണ്ട്, 19 ഉണ്ട്. അപ്പോൾ യൂണിയനിൽ എന്തുണ്ടാവും, ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ 3ഉം 19ഉം ഒരു പ്രാവശ്യം വരുള്ളൂ. ഓക്കെ, അല്ല ഇവിടെ വന്ന് നോക്കാം നമുക്ക്, റിപ്പീറ്റേഷന് വരില്ല സെറ്റിൽ. 0, 1, 3, 12, 45, 19. ഓക്കെ, അപ്പോൾ അതാണ് യൂണിയൻ. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ കോമൺ വാല്യൂവിനെ മാത്രം എടുക്കണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്. ഓക്കെ, ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്, സോറി, ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്റർസെക്ഷന് നമ്മൾ ആംപർസെന്റ് സൈൻ യൂസ് ചെയ്യും. ആംപർസെന്റ് സൈൻ എന്ന് പറഞ്ഞാൽ 7ന്റെ മുകളിൽ, കീബോർഡിൽ 7ന്റെ മുകളിലുണ്ടാവും. ഓക്കെ, ഉണ്ടോ? അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട്, രണ്ടിൽ കോമൺ ആയിട്ട് 319 ഉള്ളത് നമുക്കറിയാലോ. ഓൾറെഡി എയിൽ 319 ഉണ്ട്, അതുപോലെ ബിയിലും 319 ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം എലിമിനേറ്റ് ചെയ്ത് കിട്ടും. അതാണ് ഇന്റർസെക്ഷൻ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഇപ്പം
ഈ സെറ്റ് എ എന്നുള്ളതിൽ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ സെറ്റ് എ. ഇതിലുള്ളതും പക്ഷെ ഇത് സെറ്റ് എ ഡിഫറൻസ് ബി എന്ന് ചെയ്യുകയാണെങ്കിൽ ഈ സെറ്റിൽ എയിൽ ഉണ്ടാവണം, പക്ഷെ അത് ബിയിൽ ഉണ്ടാവരുത്. അങ്ങനത്തെ കാര്യത്തെ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എയിലും ബിയിലും ഉള്ളത് 0, 19 ഉണ്ട്. ഓക്കെ, 0, 19 ഉണ്ട്. എന്നാൽ ഈ എയിൽ ഉണ്ടാകുന്ന രണ്ട് സാധനം പറഞ്ഞാൽ 0, 1, 3, 19 ഉണ്ട്. ഇത്രയാണ് ഇതിലുള്ളത്. പക്ഷെ ബിയിൽ 3 ഉണ്ട്. 3 പക്ഷെ ഇവിടെ ഉണ്ട്. പോരാത്തത് 19 ഉണ്ട്. ഓക്കെ, പക്ഷെ ഈ 1ഉം 0ഉം എന്തില്ല, ബിയിലില്ല. മനസ്സിലായോ? അപ്പൊ അതിനെ മാത്രം നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറൻസ് യൂസ് ചെയ്യാം. ഡിഫറൻസ്. ഓക്കെ, ഡിഫറൻസ് അതിന്റെ സിമ്പിളാണ്. നമുക്ക് സാധാരണ ഇടുന്ന പോലെ നെഗറ്റീവ് എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, നമ്മളൊന്ന് നോക്കുന്നത് ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് ഓഫ് സെറ്റ്. അതെങ്ങനെയാണ് കൊടുക്കും? ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എ മൈനസ് ബി എന്ന് കൊടുത്താൽ മതി. ഇപ്പൊ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയില് ഉണ്ട്, എയിൽ ഉള്ള സാധനം പക്ഷെ ബിയിലില്ല. അപ്പൊ അങ്ങനത്തെ സാധനം ഏതൊക്കെ ഉള്ളത്? 0, 1 മാത്രമേ ഉള്ളൂ. കാരണം 0 എന്ന് പറഞ്ഞാൽ 0, 1, 319 ഇതിലുണ്ട്. പക്ഷെ ബിയിൽ പിന്നെ 12, 15, 45 ഉണ്ട്. പക്ഷെ അത് എന്റെ നോക്കും, എയിൽ ഉണ്ടാവണം, പക്ഷെ എയിൽ 1ഉം 3ഉം അല്ല 1ഉം 0ഉം ഉണ്ട്, പക്ഷെ അത് ഇതിലില്ല. അപ്പൊ അത് മാത്രം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ സബ്സെറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇതൊക്കെ ബേസിക് മാത്സ് ആണ് കേട്ടോ. അത് നമ്മൾ ഈ പൈത്തണിൽ പ്രോഗ്രാമിന് ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യുന്നതെന്നുള്ളൂ. സബ്സെറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഉദാഹരണത്തിൽ ഇവിടെ നമ്മളെ A0, 1, 3, 19 ആണ് ഉള്ളത്. അപ്പൊ ബി ആണെങ്കിൽ ഇനി നമുക്ക് ഇതിന്റെ സബ്സെറ്റ് പറഞ്ഞാൽ ഇതിലുള്ള ഒന്നോ രണ്ടോ ഇതിൽ നാട്ടിൽ കുറവ് പക്ഷെ അതിലുള്ള എല്ലാ എലിമെന്റും വരുന്ന വേറൊരു സെറ്റ്, അതാണ് സബ്സെറ്റ്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വേറെ സി എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. സി കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് 1ഉം 3ഉം മാത്രമുള്ള ഒരു സെറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇത് ആക്ച്വലി എന്റെ സബ്സെറ്റ് ആണ്. അപ്പൊ അതാണോ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഈസ് A dot is subset set of C കൊടുത്താൽ മതി. അപ്പൊ എന്തുകൊണ്ടാ വെച്ചാല് സി എന്നുള്ളത് എ എന്നുള്ളത് സിന്റെ സബ്സെറ്റ് ആണോ എന്ന് ചോദിച്ചു. പക്ഷെ സിന്റെ സബ്സെറ്റ് അല്ല. കാരണം എന്താ വെച്ചാല് സി എന്നുള്ളത് എന്റെ സബ്സെറ്റ് ആണ്. നേരെ ഓപ്പോസിറ്റ്. ഇത് കാരണം കോംപ്ലിക്കേറ്റ് ആണ്ട. ഇതിലുള്ള എല്ലാ വാല്യൂ അതിലുള്ള വാല്യൂനായിട്ടും കുറഞ്ഞ വാല്യൂ ഈ വാല്യൂനാട്ടിലും ഈ വാല്യൂ ഫുള്ള് വാല്യൂ ഇല്ലാതെ അതിൻ്റെ കുറവ് സെയിം വാല്യൂകൾ ഉള്ളതിനാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എഴുതിയത് മാറിപ്പോയതാണ്. ഇത് നേരെ തിരിച്ചിട്ടാൽ മതി. സി സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ അത് ട്രൂ ആയിരിക്കും. ഓക്കെ, അതാണ്. അത്രേ ഉള്ളൂ നമുക്ക് സെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയാണ് സെറ്റ്സുമായിട്ട് പറയുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ വരുമെങ്കിൽ എല്ലാവർക്കും നന്ദി.